ന്യൂസ് പ്ലസിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിശകലനമാണ് ന്യൂസ് പ്ലസ് ചാനൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഇത് നിങ്ങൾ കേൾക്കാതെ പോകരുത്. രാഷ്ട്രീയ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ എപ്പിസോഡ് പൂർണ്ണമായും കേൾക്കണം. ചില പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പ്രത്യയ ശാസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അത് ഇപ്പോൾ പങ്കുവച്ച ഒരു പ്രമുഖ വ്യക്തി CPIയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ബിനോയ് വിശ്വമാണ്. അദ്ദേഹം ഇത് പങ്കുവെക്കുന്നത് ശ്രീ C. അച്യുതമേനോൻ, മുൻ മുഖ്യമന്ത്രി, കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയായ അച്യുതമേനോൻ്റെ ഒരു പൂർണ്ണകായ പ്രതിമ തിരുവനന്തപുരത്ത് അനാച്ഛാദനം ചെയ്യുന്ന വേളയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗമാണ്. ഈ പ്രസംഗം ആർക്ക് നേരെ ഉള്ളതാണെന്നും ഇതിലൊരു കുറ്റവിചാരണയുടെ അംശമില്ലേ എന്നും ആരിലേക്കാണ് ഇത് ചെന്നു കൊള്ളുന്നതെന്നും നിങ്ങൾ ഇത് കേട്ട് കഴിയുമ്പോൾ പൂർണ്ണമായും മനസ്സിലാകും. കാരണം CPIയുടെ ചില നിലപാടുകളിൽ പതിയെ ഒരു അയവ് വരുന്നുണ്ട് എന്ന് തോന്നുന്നു. ഇടതുപക്ഷത്തോടുള്ള നിലപാടുകളിലാണ് ഈ പഴയ തീവ്രതയൊക്കെ മാറി ചില ഇളവുകൾ ഇല്ലെങ്കിൽ ചില വിട്ടുവീഴ്ചകളൊക്കെ ആകാം. ഇനിയും ഇതൊക്കെ ഈ രീതിയിൽ തന്നെ തുടരണമോ എന്നുള്ള ചില ചോദ്യങ്ങൾ അവർ സ്വയം ചോദിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ പ്രസംഗം. അതൊരു ചോദ്യോത്തര രീതിയിൽ തന്നെ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ബിനോയ് വിശ്വം ചോദിച്ചതും അതിന് അദ്ദേഹം തന്നെ മറുപടി പറഞ്ഞതുമായ കാര്യങ്ങളാണ്. ഇത് ഞങ്ങൾ ചോദ്യോത്തര രൂപത്തിൽ അവതരിപ്പിക്കുന്നു. അദ്ദേഹം പറഞ്ഞ പ്രസംഗത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്നും അടർത്തി എടുത്തതാണ്. നവകേരളത്തിൻ്റെ ശില്പി ആരാണ്? ബിനോയ് വിശ്വം പറയുന്നത് അത് അച്യുതമേനോൻ തന്നെയാണ്. ഇതെല്ലാം കുറേ ചോദ്യങ്ങൾ, ഒരു 8ൽ പരം ചോദ്യങ്ങൾ ചോദിക്കാം. അതിനുള്ള ഉത്തരങ്ങളെല്ലാം എന്താണ് പറയുന്നതെന്ന് നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ ഈ ബിനോയ് വിശ്വം എന്ന് പറയുന്ന സംസ്ഥാന CPI സെക്രട്ടറി എന്താണ് ലക്ഷ്യം വെക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ആദ്യം ചോദിച്ചത് ഇത് തന്നെയാണ്, നവകേരള ശില്പി ആരാണ്? അദ്ദേഹത്തിൻ്റെ മറുപടി അച്യുതമേനോൻ തന്നെയാണ്. അദ്ദേഹത്തിനുള്ള യോഗ്യത എന്താണ്? കേരളത്തിൻ്റെ വികസന കുതിപ്പിന് തുടക്കം കുറിച്ചതാണ് ശ്രീ അച്യുതമേനോൻ്റെ ഏറ്റവും വലിയ യോഗ്യത. അതിന് ആഴത്തിൽ അദ്ദേഹം വഴികാട്ടി. അടുത്ത ചോദ്യം, അടിസ്ഥാന മേഖലയിൽ മാറ്റം കുറിച്ചത് ആരാണ് കേരളത്തിൽ? സംശയമൊന്നും വേണ്ട, ബിനോയ് വിശ്വം എന്ന് പറയുന്ന സ്റ്റേറ്റ് സെക്രട്ടറി CPIയുടെ ഇത് പറയുന്നത് അച്യുതമേനോൻ തന്നെയാണ്. അടുത്ത ചോദ്യം, 4ാമത്തെ ചോദ്യം, 1957 സർക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലാക്കുന്നതിന് വേണ്ടി സാഹചര്യമൊരുക്കിയത് ആരാണ്? സംശയമേ വേണ്ട, അത് ശ്രീ അച്യുതമേനോൻ തന്നെയാണ്. അടുത്ത ചോദ്യം, ഭാവി കേരളത്തിൻ്റെ നിലപാടും പ്രവർത്തനങ്ങളും ഉള്ളടക്കം ചെയ്തുകൊണ്ടുള്ള പ്രകടന പത്രികയ്ക്ക് ആദ്യം രൂപം കൊടുത്തത് കേരളത്തിൽ ആരാണ്? എന്താ സംശയം? അച്യുതമേനോൻ തന്നെയാണ്. അടുത്ത ചോദ്യം, നവകേരളം കെട്ടിപ്പടുക്കുന്നതിനുള്ള ആശയം ആദ്യം കൊണ്ടുവന്നത് ആരാണ്? ഒരു സംശയവും വേണ്ട, അച്യുതമേനോൻ തന്നെയാണ്. അദ്ദേഹം അതിനുവേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഉത്തരം ഇതാണ്, ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നു, കൃഷിക്കാരന് കൃഷിഭൂമി നൽകുന്ന നിലപാടെടുത്തു, തൊഴിലാളികൾക്ക് ഗ്രാറ്റുവിറ്റി കൊണ്ടുവന്നു, 1,00,000 വീട് നടപ്പിലാക്കി. അടുത്ത ചോദ്യം, അടുത്ത ചോദ്യമല്ല, ഇനി അതിനുള്ള സമാനമായ ചില വാദഗതികളാണ് അദ്ദേഹം ഇനി കൊണ്ടുവരുന്നത്. ഇതിനെയൊക്കെ ഈ ചോദ്യങ്ങളുടെ ഉത്തരവുമായി സമരസപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വരികൾക്കിടയിൽ വായിച്ചെടുക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ. ഇടതിനെ ഇടതുപക്ഷവും ഹൃദയപക്ഷവും ആക്കുന്നത് എങ്ങനെ ആണ്? ഇതിനുള്ള മറുപടി അദ്ദേഹം പറയുന്നത് ഭരണകർത്താവിൻ്റെ സത്യസന്ധതയും സന്നദ്ധതയുമാണ് അങ്ങനെ ഇടതിനെ ഇടതുപക്ഷവും ഹൃദയപക്ഷവും ആക്കുന്നത് എന്നുള്ളതാണ്. ഇനി അദ്ദേഹം അതിനോട് അനുബന്ധമായ ഒരു ചോദ്യം കൂടെ ഇട്ടു, ഇതിനു വേണ്ടി എന്തു ചെയ്യണം? അപ്പോൾ അദ്ദേഹം തന്നെ അതിന് വിശദമായ ഒരു മറുപടി പറയുന്നു, സ്വന്തം ഇഷ്ടങ്ങളെ ഭരണകർത്താക്കൾ പിന്തുടരരുത്. ഇതാണ് നമ്മൾ ഇപ്പോൾ ശരിക്കും അവലോകനത്തിന് വേണ്ടി എടുത്തിട്ടുള്ള ചോദ്യോത്തരങ്ങളിൽ പ്രസക്തമായ കാര്യങ്ങൾ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാകുന്നത്? ഇപ്പോൾ 2ാം ഇടതുമുന്നണി സർക്കാരിൻ്റെ ഭരണം പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടക്കുമ്പോൾ അതിലെ ഒരു പ്രധാന കക്ഷിയായ 2ാമത്തെ കക്ഷിയായ CPIയുടെ സംസ്ഥാന സെക്രട്ടറി, CPIയിൽ സംസ്ഥാന സെക്രട്ടറിക്കാണ് പ്രാമുഖ്യം, ബിനോയ് വിശ്വം പറയുന്നത് ശരിക്കും അച്യുതമേനോനെ പോലൊരു മുഖ്യമന്ത്രിയെ കേരളം കണ്ടിട്ടില്ല. അപ്പോൾ സഖാവേ, ഒരു ചോദ്യം, ശ്രീ പിണറായി വിജയൻ അപ്പോൾ അത്രത്തോളം യോഗ്യത ഉള്ള ആളല്ല അല്ലേ?
അപ്പോൾ നമുക്ക് സംശയമില്ലല്ലോ, ഇക്കാര്യത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം അല്ല എന്ന് തന്നെയാണ് ബിനോയ് വിശ്വം പറഞ്ഞു വെക്കുന്നത്. ബിനോയ് വിശ്വത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഇടതുപക്ഷമാണെങ്കിലും ഇടതുപക്ഷത്തിലെ പ്രമുഖ ഭരണകർത്താവിന് എതിരാണ് എന്നുള്ളതാണ് ഇതിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. കാരണം ഭരണകർത്താവ് സ്വന്തം ഇഷ്ടപ്രകാരം അല്ല നിലപാടുകൾ സ്വീകരിക്കേണ്ടതെന്നും അങ്ങനെയുള്ള നയങ്ങളെ അല്ല പിന്തുടരേണ്ടതെന്നും അദ്ദേഹം പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ആരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് എന്ന് നമുക്ക് ഇനി വലിയ ഒരു ചിന്തിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കിതിൽ നിന്ന് തന്നെ കാര്യം മനസ്സിലാകും. CPI പിണറായി വിജയനെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇപ്പോഴുള്ള നിലപാടുകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അവരുടെ പല സമ്മേളനങ്ങളും വന്നിട്ടുള്ള വിമർശനങ്ങളെയെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് കിട്ടിയ അവസരത്തിൽ അച്യുതമേനോനെ അവർ പുകഴ്ത്തി പറയുന്നതിൻ്റെ അർത്ഥം ഇപ്പോഴുള്ള ഭരണകർത്താവ് ഈ അച്യുതമേനോൻ്റെ അടുക്കലൊന്നും എത്തിയിട്ടില്ല. അച്യുതമേനോനെ കവച്ചു വെക്കുന്ന ഒരു ഭരണവും കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയും സ്വീകരിച്ചിട്ടില്ല, ഇൻക്ലൂഡിങ് നിലവിലുള്ള ഇടതുമുന്നണിയെ നയിക്കുന്ന ശ്രീ പിണറായി വിജയനും അങ്ങനെയുള്ള ഒരു മുൻനിരയിൽ എത്തിയിട്ടില്ല. അത് പലവട്ടം അവർ ആവർത്തിച്ച് പറയുന്നു. നവകേരള എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ കൊണ്ടുവന്നത് അച്യുതമേനോൻ്റെ കാലത്താണ്. അതൊന്നും പുതിയ വലിയ കാര്യങ്ങളായി ആരും കൊട്ടിഘോഷിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു വെക്കുന്നു. ഈ പയ്യാമ്പലം മുതൽ അച്യുതമേനോനെ തിരുവനന്തപുരം വരെ അദ്ദേഹത്തിൻ്റെ പ്രതിമ കൊണ്ടുവരുന്ന വേളകളിൽ പലയിടങ്ങളിലായി ഇത്തരത്തിലുള്ള പല പരാമർശങ്ങളും വന്നു കഴിഞ്ഞു. ഈ സ്റ്റേറ്റ് സെക്രട്ടറിമാരിൽ ഒരാളായ അസിസ്റ്റൻ്റ് സെക്രട്ടറിമാരിൽ ഒരാളായ പ്രകാശ് ബാബു അന്ന് അനാച്ഛാദനം ചെയ്ത പ്രതിമയ്ക്കൊപ്പം തന്നെ ഒരു പുസ്തകം കൂടി അദ്ദേഹം പ്രസാദനം ചെയ്തു. ആ പുസ്തകത്തിൽ പലയിടങ്ങളിലായി പറയാതെ പറയുന്ന കാര്യവും നിലവിലുള്ള ഇടതുപക്ഷത്തിനെ നയിക്കുന്ന ഭരണകർത്താക്കളോടുള്ള വിയോജിപ്പാണ്. അത് നേരത്തെ ഒരു എപ്പിസോഡിൽ നമ്മളത് ഡിസ്കസ് ചെയ്ത വിവരമാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഇതാണ് CPIയുടെ പുതിയ നയം. ഇപ്പോഴത്തെ ഇടതുമുന്നണിയുടെ നേതൃത്വം നൽകുന്ന ഭരണകർത്താക്കളോടുള്ള വിയോജിപ്പ് അവർ പരസ്യമായി പറയാൻ തുടങ്ങിയിരിക്കുന്നു. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല, രഹസ്യമായും പറഞ്ഞില്ല, പരസ്യമായും പറഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ അവസരങ്ങൾ പറയാൻ വേണ്ടി ഉണ്ടാക്കുന്നു. അപ്പോൾ അച്യുതമേനോനെ കുറിച്ച് പറയണമെങ്കിൽ തീർച്ചയായും അച്യുതമേനോൻ്റെ ചരമവാർഷിക ദിനമായ 16-ാം തീയതി അത് തന്നെയാണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നതും അവർ പറയുന്നതും. ആ നിലപാടുകൾ കൊള്ളുന്നത് ആരിലാണ് എന്ന് മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ. അത് നമുക്കെല്ലാം വായിച്ചെടുക്കാവുന്നത് തന്നെയാണ്, ഊഹിച്ചെടുക്കാവുന്നത് തന്നെയാണ്. അപ്പോൾ ചെറിയൊരു നയം മാറ്റത്തിൻ്റെ ഒരു സൂചനകൾ വരുന്നില്ലേ എന്നുള്ളത് മാത്രം ആലോചിച്ചാൽ മതി. CPIയെ സംബന്ധിച്ചിടത്തോളം ഇടതുമുന്നണിയിൽ തന്നെയാണ് തുടരുന്നതെങ്കിലും അവർക്ക് മനം വിരട്ടൽ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. നെഞ്ചി നിവർത്തി അത് പറയാൻ കഴിയാത്തതുകൊണ്ട് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ നിന്നുകൊണ്ട് അവർ പതിയെ പറഞ്ഞു തുടങ്ങുന്നു. പറഞ്ഞു തുടങ്ങുന്നതിൻ്റെ ഒരു മൂർധ്യാനാവസ്ഥയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ബിനോയ് വിശ്വം പറഞ്ഞു വെച്ചതും എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം CPIക്ക് പതിയെ ഇന്ത്യ മുന്നണിയിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു പശ്ചാത്തലം സംസ്ഥാനത്തും ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള ആലോചന ഇല്ലാതില്ല. അതിൻ്റെ തന്നെ വ്യക്തമായ സൂചനകളാണ്, നിലപാട് മാറ്റമാണ് നമ്മൾ ബിനോയ് വിശ്വത്തിൻ്റെ വാക്കുകളിലും അവരുടെ അസിസ്റ്റൻ്റ് സ്റ്റേറ്റ് സെക്രട്ടറി പ്രകാശ് ബാബുവിൻ്റെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും CPIയെ ഞങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. CPIയുടെ നിലപാടുകളിൽ വന്നിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അടുത്ത എപ്പിസോഡിൽ ഇതുമായി ബന്ധപ്പെട്ട ചില വിശദ വിവരങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം. നന്ദി.